Hi students, welcome to Electron College. നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് AM റിസീവേഴ്സിനെ കുറിച്ചാണ്. നമ്മൾ AM, FM ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. നമുക്കിനി പഠിക്കാനുള്ളത് AM റിസീവേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ AM റിസീവേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ പഠിക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കണം. ഒരു AM റിസീവർ, ഒരു ഗുഡ് AM റിസീവറിന് എന്തൊക്കെ വേണം, എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് വേണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ സെലക്ടിവിറ്റി ആണ്. സെലക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിസീവറിനുണ്ടാവുന്ന ഒരു ക്വാളിറ്റി ആയിരിക്കണം സെലക്ടിവിറ്റി. സെലക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ റിസീവർ ടു സെലക്ട് ദ ഡിസൈഡ് സിഗ്നൽ ആൻഡ് റിജക്റ്റ് ദ അൺവാണ്ടഡ് സിഗ്നൽസ്. നമ്മുടെ ഇപ്പം നമ്മൾ AM ബ്രോഡ്കാസ്റ്റിംഗ് റേഞ്ച് ആയിട്ടൊക്കെ പറയുന്നത് 565 kHz to 565 kHz to 1650 kHz AM ബ്രോഡ്കാസ്റ്റിംഗ് റേഞ്ചാണ്. ഈ റേഞ്ചിലുള്ള സിഗ്നൽസിനെ മാത്രമേ അത് എന്ത് ചെയ്യത്തുള്ളൂ, റിസീവ് ചെയ്യത്തുള്ളൂ. ഇതിനെ നമ്മൾ ഷോർട്ട് വേവ് ബാൻഡ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ റേഞ്ചിലുള്ള ഫ്രീക്വൻസീസിനെ മാത്രമേ സെലക്റ്റീവ് ആയിട്ട് അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. നമുക്ക് പറയാം സെലക്ടിവിറ്റി ഡെഫിനിഷനാണ് ഇറ്റ് ഈസ് എബിലിറ്റി ഓഫ് എ റിസീവർ ടു സെലക്ട് ദ ഡിസൈഡ് സിഗ്നൽ ആൻഡ് റിജക്റ്റ് ദ അൺവാണ്ടഡ് സിഗ്നൽസ്. ഇതായിരിക്കും നമ്മുടെ സെലക്ടിവിറ്റി ഡെഫിനിഷൻ. ഒരു സെലക്ടിവിറ്റി നമുക്ക് അത് ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്യൂൺഡ് സർക്യൂട്ട്സ്, അതുപോലെ തന്നെ ഫിൽട്ടേഴ്സ്, ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെലക്ടിവിറ്റി അച്ചീവ് ചെയ്യുന്നത്. സെലക്ടിവിറ്റി ഇൻ എ റിസീവർ ഈസ് ഒബ്റ്റെയിൻഡ് യൂസിങ് ട്യൂൺഡ് സർക്യൂട്ട്സ് ആൻഡ് ഫിൽട്ടേഴ്സ്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് LC സർക്യൂട്ട്സ് ആണ്. LC സർക്യൂട്ട്സ് ആണ് നമ്മൾ സെലക്ടിവിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടി. നമ്മൾ ഇനിഷ്യൽ സെലക്ടിവിറ്റി LC ട്യൂൺഡ് സർക്യൂട്ട്, അഡീഷണൽ സെലക്ടിവിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും LC ഫിൽട്ടേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ഇതാണ്. ആ പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. ട്യൂൺഡ് സർക്യൂട്ട്സ് ആണ് നമ്മൾ സെലക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് Q ഫാക്ടറുമായിട്ട് റിലേറ്റഡ് ആണ്. ബൈ കൺട്രോളിങ് ദ ക്വാളിറ്റി ഫാക്ടർ ഓഫ് ദ റെസൊണൻറ്റ് സർക്യൂട്ട്. അപ്പോൾ നമ്മൾ LC ട്യൂൺഡ് സർക്യൂട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ക്വാളിറ്റി ഫാക്ടർ കൺട്രോൾ ചെയ്താൽ നമുക്ക് ഡിസൈഡ് സെലക്ടിവിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റും. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. സെലക്ടിവിറ്റി ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ റെസ്പോൺസ് ഓഫ് IF സെക്ഷൻ, ഇൻ്റർമീഡിയറ്റ്. നമ്മളിപ്പോൾ ഇനി സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ ഒക്കെ പഠിക്കും. അപ്പോൾ എന്താണ് IF സ്റ്റേജ് എന്നുള്ളത് മനസ്സിലാവും. സെലക്ടിവിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് ദ റെസ്പോൺസ് ഓഫ് IF സെക്ഷൻ. അപ്പം IF സെക്ഷനാണ് സെലക്ടിവിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓൾസോ ദ സെലക്ടിവിറ്റി ഡിറ്റർമിൻസ് ദ അഡ്ജസൻറ്റ് ചാനൽ റിജക്ഷൻ ഓഫ് എ റിസീവർ. ആ രണ്ട് പോയിന്റ്സും നോട്ട് ചെയ്ത് വെക്കുക. സെലക്ടിവിറ്റി ഇപ്പോൾ നമുക്ക് RF സെക്ഷൻ, IF സെക്ഷൻ, പവർ AF ആംപ്ലിഫയർ, ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് കാണും. സെലക്ടിവിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് IF സെക്ഷനാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫീച്ചർ, സെലക്ടിവിറ്റി. നമ്മൾ ആ ട്യൂൺഡ് സർക്യൂട്ടിൻ്റെ ഒരു ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സും ആ ട്യൂൺഡ് സർക്യൂട്ടിൻ്റെ ഐഡിയൽ അതുപോലെ തന്നെ പ്രാക്ടിക്കൽ റെസ്പോൺസസ് ആണ് ഈ പ്ലോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിവിടെ നമ്മൾ പറയാൻ കാര്യം, നമുക്ക് ഐഡിയലിനകത്ത് ബാൻഡ് വിഡ്ത്ത് F2 - F1 ആണ്. ഇവിടെ നമുക്ക് ഒരു പുതിയൊരു കാര്യം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്, ഷേപ്പ് ഫാക്ടർ. ഷേപ്പ് ഫാക്ടർ നമുക്ക് ഡിഫൈൻ ചെയ്യണം. ഷേപ്പ് ഫാക്ടറിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദ സൈഡ്സ് ഓഫ് ട്യൂൺഡ് സർക്യൂട്ട് റെസ്പോൺസ് കർവ് ആർ നോൺ ആസ് സ്കേർട്സ്. സ്കേർട്സ് എന്ന് പറയുന്നത് ആ ഗ്രാഫിനകത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതിനകത്തുണ്ടാവുന്ന ആ ഒരു ചെറിയൊരു സ്ലോപ്പിനെയാണ് നമ്മൾ സ്കേർട്സ് എന്ന് പറയുന്നത്. സ്റ്റീപ്നെസ് ഓഫ് ദ സ്കേർട്സ് ഓർ ദ സ്കേർട്ട് സെലക്ടിവിറ്റി ഓഫ് എ റിസീവർ ഈസ് എക്സ്പ്രസ്ഡ് ആസ് ഷേപ്പ് ഫാക്ടർ. ആ സ്കേർട്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ ഷേപ്പ് ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ സ്കേർട്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ലോവർ ദ വാല്യൂ ഓഫ് ഷേപ്പ് ഫാക്ടർ, സ്റ്റീപ്പർ ദ സ്കേർട്സ് ആൻഡ് ബെറ്റർ ദ സെലക്ടിവിറ്റി. അപ്പോൾ ഷേപ്പ് ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ സെലക്ടിവിറ്റി ഡിസൈഡ് ചെയ്യുന്നത്. ആ ട്യൂൺഡ് സർക്യൂട്ട് നമ്മൾ സെലക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ ട്യൂൺഡ് സർക്യൂട്ട്സും ഫിൽട്ടേഴ്സുമാണ് നമ്മൾ സെലക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ്, അല്ലെങ്കിൽ ഒരു ഫാക്ടറാണ് ഷേപ്പ് ഫാക്ടർ. അതിനകത്ത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് F4-. ഈ സ്റ്റീപ്നെസ്, സ്കേർട്സ് എന്ന് പറയുന്ന ഇതാണ്. അതാണ് നമ്മുടെ ഷേപ്പ് ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യുന്നത്. F4 - F3 by F2 - F1. അത് നമ്മൾ ബാൻഡ് വിഡ്ത്ത് ആണെന്ന് പറഞ്ഞു, F2 - F1. ആ റേഷ്യോ F4 - F3 F2 - F1 തമ്മിലുള്ള ആ ഒരു റേഷ്യോ ആണ് നമ്മൾ
ഷേപ്പ് ഫാക്ടർ എന്ന് പറയുന്നത്. ദാറ്റ് ഡിറ്റർമിൻസ് ദ സെലക്ടിവിറ്റി ഓഫ് ദ റിസീവർ. സോ നെക്സ്റ്റ് പാരാമീറ്റർ സെൻസിറ്റിവിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഒരു റിസീവറിന് ഒരു വീക്ക് സിഗ്നലിനെ നമുക്ക് സെൻസിറ്റീവ് മീൻസ് അതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് സെൻസിറ്റിവിറ്റി. സോ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു പിക്കപ്പ് വീക്ക് സിഗ്നൽസ്. സോ ആ ഒരു കേപ്പബിലിറ്റിയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അത് ഓവറോൾ ഗെയിനുമായിട്ട് റിലേറ്റഡ് ആണ്. സെൻസിറ്റിവിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് ഓവറോൾ ഗെയിൻ ഓഫ് ദ റിസീവർ. സോ ഹയർ ദ ഗെയിൻ ഓഫ് ദ റിസീവർ ബെറ്റർ ഈസ് ദ സെൻസിറ്റിവിറ്റി. സോ നമ്മൾ നേരത്തെ സെലക്ടിവിറ്റി പറഞ്ഞു. സെലക്ടിവിറ്റി എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് തീരുമാനിക്കുന്നത് ആ IF സെക്ഷനാണ്. സോ നമ്മൾ അതിനുവേണ്ടി നമ്മൾ ട്യൂൺഡ് സർക്യൂട്ടും ഫിൽറ്റേഴ്സുമാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സെൻസിറ്റിവിറ്റിയുടെ കേസ് പറഞ്ഞേക്കുന്നത് ഗെയിൻ ഓഫ് ദ റിസീവർ. ഗെയിൻ ആണ് സെൻസിറ്റിവിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടർ. അതുപോലെ തന്നെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ, നോയ്സ് കുറഞ്ഞിരുന്നാലും അല്ലെങ്കിൽ നമുക്ക് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതും ഒരു ഫാക്ടറാണ്. ഗെയിനും സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഒക്കെയാണ് സെൻസിറ്റിവിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്. നമ്മൾ യൂഷ്വലി സെൻസിറ്റിവിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് മൈക്രോ വോൾട്ട്സിലും ഡെസിബിൾസിലുമാണ്. സോ ടിപ്പിക്കൽ വാല്യൂസ് ഓഫ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് 150 മൈക്രോ വോൾട്ട് ഫോർ സ്മോൾ ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സ് and 1 microwatt or below for high quality communication receivers in high frequency band. സോ ഇതൊക്കെയാണ് നമ്മളെ അതിൻ്റെ വാല്യൂസ്, സെൻസിറ്റിവിറ്റിയുടെ വാല്യൂസ് എന്ന് പറയുന്ന ഐഡിയൽ വാല്യൂസ്. 150 മൈക്രോ വോൾട്ട് ഫോർ സ്മോൾ ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സ് ആൻഡ് 1 മൈക്രോ വോൾട്ട് ഫോർ ഹൈ ക്വാളിറ്റി കമ്മ്യൂണിക്കേഷൻ റിസീവേഴ്സ്. അപ്പോൾ സെൻസിറ്റിവിറ്റി ക്ലിയറായി. അതുപോലെ തന്നെ നമ്മൾ സെലക്ടിവിറ്റി പറഞ്ഞു. സോ ഈ പാരാമീറ്റേഴ്സൊക്കെ ക്വസ്റ്റ്യൻസ് വരാവുന്ന ഒരു ഏരിയ ആണ് സെലക്ടിവിറ്റിയും സെൻസിറ്റിവിറ്റി. അത് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്, അത് എവിടെയാണ് നമ്മൾ അത് ഡിറ്റർമിൻ ചെയ്യുന്നത്, ആ ഒരു ബ്ലോക്ക് ഡയഗ്രത്തിൽ ഏത് പാരാമീറ്റർ എന്ത് IF സെക്ഷനാണോ RF സെക്ഷനാണോ സെൻസിറ്റിവിറ്റി ഡിഫൈൻ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. സോ അതൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ പാരാമീറ്റേഴ്സാണ്. നെക്സ്റ്റ് പാരാമീറ്ററാണ് ഫിഡിലിറ്റി. So fidelity means it is the ability of a receiver to reproduce all the modulating frequencies equally. So ഈ ഒരു കേപ്പബിലിറ്റിയാണ് നമ്മൾ റിസീവറിൻ്റെ നമുക്ക് ഫിഡിലിറ്റി എന്ന് പറയാം. ഇതും ഡിറ്റർമിൻ ചെയ്യുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ദ AF ആംപ്ലിഫയർ. സോ നമ്മൾ ഫിഡിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് ഫ്രീക്വൻസി ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ദ ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ. നമ്മളെ മോഡുലേറ്റിംഗ് ആംപ്ലിഫയറിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഫിഡിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്. നോർമലി ഫിഡിലിറ്റി എന്ന് പറയുന്ന കർവ് ഐഡിയലി ഫ്ലാറ്റ് ആയിരിക്കണം, പക്ഷെ നമുക്ക് ഇങ്ങനൊരു കർവാണ് ഫിഡിലിറ്റിക്ക് കിട്ടുന്നത്. So the fidelity curve should be flat over the entire frequency range, but it practically decreases on higher and lower frequencies. So higher frequency യിലും lower frequency യിലും നമുക്കൊരു സ്ലോപ്പ് നമുക്ക് കാണാൻ പറ്റും. സോ അതൊരു ശരിക്കും ഒരു ഡിസ്റ്റോഷനാണ്. ടു അവോയ്ഡ് ഡിസ്റ്റോഷൻ ഫിഡിലിറ്റി ഷുഡ് ബി ഹൈ. ഫിഡിലിറ്റിയുടെ വാല്യൂ യൂഷ്വലി എന്തായിരിക്കണം? ഹൈ ആയിരിക്കണം. സോ നമ്മുടെ ഐഡിയൽ റെസ്പോൺസ് ആണ് ഈ വരച്ച് വെച്ചേക്കുന്നത്. ഇതിൻ്റെ ഹൈ ഫ്രീക്വൻസിയിലും ലോ ഫ്രീക്വൻസിയിലും നമുക്കൊരു സ്ലോപ്പ് എക്സ്പെക്റ്റ് ചെയ്യാം. ദെൻ ഫിഡിലിറ്റി ഈസ് ഡിഫിക്കൽട്ട് ടു ഒബ്റ്റെയിൻ ഇൻ AM റിസീവർ. സോ കാരണം ഈ ഫിഡിലിറ്റി നമ്മൾ അച്ചീവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സെലക്ടിവിറ്റി കുറയാം. സോ അതുകൊണ്ടാണ് നമ്മൾ AM റിസീവറിനകത്ത് AM റിസീവർ ഷുഡ് ബി ഹൈലി സെലക്റ്റീവ് ആയിരിക്കണം. സോ അതുപോലെ ഇപ്പം നമുക്ക് ഫിഡിലിറ്റിയും കൂടെ അച്ചീവ് ചെയ്യാൻ, രണ്ടും കൂടെ ഒരേ സമയം അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് നമുക്ക് ഫിഡിലിറ്റി AM റിസീവറിനകത്ത് ഒബ്റ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം good fidelity requires more bandwidth of IF amplifier that will result in poor selectivity. bandwidth കൂടുന്നതനുസരിച്ച് സെലക്ടിവിറ്റി കുറയും. ഞാൻ നേരത്തെ പറഞ്ഞു സെലക്ടിവിറ്റി എന്ന് പറയുന്നത് ബാൻഡ്വിഡ്ത്തുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. മോർ ബാൻഡ്വിഡ്ത്ത് ഓഫ് IF ആംപ്ലിഫയർ മീൻസ് പുവർ സെലക്ടിവിറ്റി. അപ്പോൾ പുവർ സെലക്ടിവിറ്റി ആയി കഴിഞ്ഞാൽ അത് ആ പാരാമീറ്റർ അല്ലെങ്കിൽ സെലക്ടിവിറ്റി എന്ന് പറയുന്ന പാരാമീറ്റർ എപ്പോഴും ഹൈ ആയിരിക്കണം. സോ അത് കുറയും. അത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റോഷൻ ഉണ്ടാവും, പല പ്രശ്നം ഉണ്ടാവും, റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. സോ ഫിഡിലിറ്റിയുടെ വാല്യൂ എന്താണ്? AM റിസീവറിനകത്ത് നമുക്ക് ഹൈ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. സോ എന്താണ് ഫിഡിലിറ്റി? അത് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനാണ്? ഇത് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് നമുക്ക് ഡബിൾ സ്പോട്ടിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റൂടെ മനസ്സിലാക്കി വെക്കണം. ഡബിൾ സ്പോട്ടിംഗ് മീൻസ് ഇറ്റ് ഈസ് എ കണ്ടീഷൻ വെയർ ദ സെയിം ഡിസൈഡ് സിഗ്നൽ ഈസ് ഡിറ്റക്റ്റഡ്
ടു നമ്മൾ ഇമേജ് ഫ്രീക്വൻസി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. രണ്ട് സിഗ്നൽസ് നമുക്ക് സെയിം ഡിസൈഡ് സിഗ്നലിനെ നമ്മൾ രണ്ട് വട്ടം റിസീവ് ചെയ്യും. സോ അതിനെയാണ് നമ്മൾ ഡബിൾ സ്പോട്ടിങ്. പേരിനകത്ത് തന്നെയുണ്ട് രണ്ട് വട്ടം അല്ലേ. ഡബിൾ മീൻസ് ഡബിൾ, ടു എന്നാണ് അതിൻ്റെ മീനിങ്. സോ ഇറ്റ് ഈസ് എ കണ്ടീഷൻ വെയർ ദ സെയിം ഡിസൈഡ് സിഗ്നൽ ഈസ് ഡിറ്റക്റ്റഡ് അറ്റ് ടു നിയർ ബൈ പോയിന്റ്സ് ഓൺ ദ റിസീവർ ട്യൂണിങ്. ഇറ്റ് ക്യാൻ ബി യൂസ് ടു ഡിറ്റർമിൻ ദ IF ഓഫ് ആൻ അൺനോൺ റിസീവർ. സോ ഡബിൾ സ്പോട്ടിങ് എന്താണെന്ന് മനസ്സിലായി കാണും. സോ നമ്മൾ റിസീവ് ചെയ്യുന്ന സിഗ്നൽസിൻ്റെ വാല്യൂസ് രണ്ടായിട്ട് നമുക്ക് റിസീവ് ചെയ്യും. സോ അതിൻ്റെ പ്രശ്നം നമ്മളവിടെ ഇമേജ് ഫ്രീക്വൻസി റിജക്ഷൻ. സോ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ദ പുവർ ഫ്രണ്ട് ആൻഡ് സെലക്ടിവിറ്റി. ആ RF ആംപ്ലിഫയർ നമ്മൾ യൂസ് ചെയ്യുന്ന RF ആംപ്ലിഫയർ സെലക്റ്റീവ് ആയിരിക്കണം. അതിൻ്റെ എയിം അതൊക്കെയാണ്. ഇമേജ് ഫ്രീക്വൻസി റിജക്ഷനും സെലക്റ്റീവ് ആയിരിക്കണം. ഇതൊക്കെയാണ് RF ആംപ്ലിഫയറിൻ്റെ ഫീച്ചേഴ്സ്. നമ്മളൊരു റിസീവറിനകത്തൊരു റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ നമ്മൾ ഇനിഷ്യലി യൂസ് ചെയ്യുന്നുണ്ട്. സോ ഡ്യൂ ടു ദ പുവർ ഫ്രണ്ട് ആൻഡ് സെലക്ടിവിറ്റി, അതിൻ്റെ സെലക്ടിവിറ്റി കുറവായിരിക്കാം. അതല്ലെങ്കിൽ ഇൻഅഡിക്വേറ്റ് ഇമേജ് ഫ്രീക്വൻസി റിജക്ഷൻ. ഇമേജ് ഫ്രീക്വൻസി റിജക്ഷൻ മീൻസ് നമ്മൾ ഈ പറഞ്ഞതാണ്, ഒന്നിൽ കൂടുതൽ സിഗ്നൽസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഒരേപോലത്തെ സിഗ്നൽസിനെ നമുക്ക് റിസീവ് ചെയ്യാം. സോ ആ ഒരു കേപ്പബിലിറ്റി, റിജക്റ്റ് ചെയ്യാനുള്ള ആ ഒരു കേപ്പബിലിറ്റി കുറവായിരിക്കാം. സോ അതൊക്കെയാണ് ഡബിൾ സ്പോട്ടിങ്ങിന് കാരണമായിട്ട് വരുന്നത്. സോ ഈ രണ്ട് റീസൺസ് പഠിച്ചേക്കണം. ഡ്യൂ ടു ദ പുവർ ഫ്രണ്ട് ആൻഡ് സെലക്ടിവിറ്റി ആൻഡ് ഇൻഅഡിക്വേറ്റ് ഇമേജ് ഫ്രീക്വൻസി റിജക്ഷൻ. ഇമേജ് ഫ്രീക്വൻസി റിജക്ഷൻ നമ്മൾ പഠിക്കും എന്താണെന്നുള്ളത്. So double spotting means it is a condition where the same desired signal is detected at two nearby points on the receiver tuning. So അതാണ് ഡബിൾ സ്പോട്ടിംഗ്. ഇപ്പം ഇതൊക്കെയാണ് നമ്മുടെ പാരാമീറ്റേഴ്സ്. സോ ഏതൊക്കെയാണ്? നമ്മുടെ സെലക്ടിവിറ്റി ഉണ്ട്, സെൻസിറ്റിവിറ്റി ഉണ്ട്, ദെൻ ട്രാക്കിംഗ് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ട്രാക്കിംഗ് ഫാക്ടേഴ്സും പാരാമീറ്റേഴ്സാണ്. ദെൻ ഫിഡിലിറ്റി, ഡബിൾ സ്പോട്ടിംഗ്. സോ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് റിസീവേഴ്സാണ്. നമ്മൾ AM റിസീവേഴ്സ്, AM FM റിസീവേഴ്സിനകത്ത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസീവേഴ്സായിട്ട് നമുക്ക് ഓരോ ക്ലാസിഫിക്കേഷനായിട്ട് പഠിക്കാം. നമുക്ക് അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് ട്യൂൺഡ് റേഡിയോ ഫ്രീക്വൻസി റിസീവർ. ട്യൂൺഡ് റേഡിയോ ഫ്രീക്വൻസി റിസീവേഴ്സാണ് നമ്മൾ ഇനീഷ്യലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെലക്ടിവിറ്റിയൊക്കെ വളരെ കുറവായിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഹെട്രോഡൈനിങ് അല്ലെങ്കിൽ സൂപ്പർ ഹെട്രോഡൈനിങ് റിസീവേഴ്സിലോട്ടൊക്കെ പോയിരിക്കുന്നത്. ഇൻസ്റ്റേബിളാണ്, നമുക്ക് അങ്ങനെ കുറേ ഡിസഡ്വാൻറ്റേജസ്, ആ ഡ്രോബാക്സ് ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ സൂപ്പർ ഹെട്രോഡൈൻ. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ടിവിറ്റി തന്നെ, സെലക്ടിവിറ്റി ഗെയിൻ ഇതൊക്കെ വളരെ പ്രശ്നമുള്ള ഒരു റിസീവറാണ് ട്യൂൺഡ് റേഡിയോ ഫ്രീക്വൻസി റിസീവർ. നമ്മളിത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ അത് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം. സോ ട്യൂൺഡ് റേഡിയോ ഫ്രീക്വൻസി റിസീവർ ഈസ് വൺ ഇൻ വിച്ച് ദ ട്യൂണിങ് ഓർ സെലക്ടിവിറ്റി ഈസ് പ്രൊവൈഡഡ് അറ്റ് ദ RF സ്റ്റേജ്. പക്ഷേ നമ്മളിനി സൂപ്പർ ഹെട്രോഡൈൻ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, സെലക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് IF സ്റ്റേജിലായിരിക്കും. ഇവിടെ നമ്മൾ റേഡിയോ ഫ്രീക്വൻസി സ്റ്റേജിലാണ് നമ്മൾ സെലക്ടിവിറ്റി അല്ലെങ്കിൽ ആ ട്യൂണിങ് എന്ന് പറയുന്ന പ്രോസസ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ട്യൂൺഡ് റേഡിയോ, ആ പേരിനകത്ത് തന്നെ ട്യൂൺഡ് റേഡിയോ ഫ്രീക്വൻസി. പക്ഷേ സൂപ്പർ ഹെട്രോഡൈൻ വരുമ്പം അത് IF സ്റ്റേജിലായിരിക്കും സെലക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഒരു കമ്പാരിസൺ, ഒരു ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ ട്യൂണിങ് പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ വേണ്ടി യൂസ് ചെയ്യുന്നത് ട്യൂൺഡ് കോയിൽ ഓർ കപ്പാസിറ്റർ കോമ്പിനേഷൻ LC ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ദ സിഗ്നൽ ഈസ് പ്രസൻറ്റ് ടു എ സിമ്പിൾ ക്രിസ്റ്റൽ ഓർ ഡയോഡ് ഡിറ്റക്ടർ. നമ്മൾ ഡീമോഡുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ക്രിസ്റ്റൽ ഓർ ഡയോഡ് ഡിറ്റക്ടർ ആയിരിക്കും. വെയർ ദ മോഡുലേറ്റിംഗ് സിഗ്നൽ ക്യാൻ ബി റിക്കവേർഡ്. then it is passed through headphones. സോ ഇവിടെ ഡിറ്റക്ടർ ഉണ്ട്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, സെലക്ടിവിറ്റി. സെലക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നത് RF സ്റ്റേജിലാണ്. സോ അതാണ് ട്യൂൺഡ് റേഡിയോ ഫ്രീക്വൻസിയുടെ പ്രത്യേകത. ദെൻ അതിൻ്റെ ഡ്രോബാക്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെലക്ടിവിറ്റി, ഇൻസ്റ്റെബിലിറ്റി, ദെൻ ബാൻഡ് വിഡ്ത്ത് വേരിയേഷൻസ്, ഇതൊക്കെയാണ് അതിൻ്റെ ഡ്രോബാക്സ്. ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഹെട്രോഡൈനിങ് അല്ലെങ്കിൽ സൂപ്പർ ഹെട്രോഡൈൻ റിസീവേഴ്സിലേക്ക് നമ്മൾ പോയത്. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നോൺ ലീനിയർ മിക്സിംഗ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടെക്നിക്കാണ് സൂപ്പർ ഹെട്രോഡൈൻ. ഹെട്രോഡൈനിങ് മീൻസ് മിക്സിംഗ് എന്നാണ് അതിൻ്റെ വേർഡ് മീനിങ്, ഹെട്രോഡൈനിങ്. സോ ആ ഒരു റിസീവറിനെ കുറിച്ചാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അവിടെ അതിൻ്റെ ഹെട്രോഡൈനിങ് ഞാൻ നേരത്തെ പറഞ്ഞു, അതിനകത്തൊരു മിക്സർ സർക്യൂട്ട് ഉണ്ട്. സോ അല്ലെങ്കിൽ നമുക്ക് അതിനെ പോലൊരു ഫ്രീക്വൻസി കൺവേർട്ടർ, ഒരു മിക്സർ, ലോക്കൽ ഓസിലേറ്റർ സ്റ്റേജ് ഉണ്ട്. സോ ഇതാണ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. സോ ഇത് ശരിക്കും ഒരു ഫ്രീക്വൻസി കൺവേർട്ടർ സ്റ്റേജാണ് ഇത് ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്.
സോ ഇവിടെ നമ്മൾ റിസീവ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു എന്താണ് AM ബ്രോഡ്കാസ്റ്റിംഗ് റേഞ്ച് 535 to 1650 കിലോ ഹെർട്സ് റേഞ്ചിലുള്ള ഒരു സിഗ്നൽ ആയിരിക്കാം. അപ്പം ഈ വരുന്ന സിഗ്നൽസിനെ അപ്പം ഇവിടെ വരുന്നത് ഒരു ഇൻകമിങ് സിഗ്നൽ എന്ന് പറയുന്നത് ഒരു 800 കിലോ ഹെർട്സ് സിഗ്നൽ ആണെങ്കിൽ ദെൻ ഈ മിക്സർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിപ്പോൾ AM റിസീവർ ആണെങ്കിൽ ഇവിടുത്തെ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിയുടെ വാല്യൂ എന്ന് പറയുന്നത് 455 കിലോ ഹെർട്സ് ആണ് ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി. സോ നമ്മൾ ഈ മിക്സർ ഈ വരുന്ന 800 കിലോ ഹെർട്സ് സിഗ്നൽ ഫ്രീക്വൻസിയെ നമ്മളിതിനെ FS എന്ന് വിളിക്കും. ഈ ഫ്രീക്വൻസി FS, ദെൻ ദ ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസി നമ്മൾ F0 എന്ന് പറയും. സോ നമ്മൾ ഈ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിയെ നമ്മളൊരു 455 കിലോ ഹെർട്സിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം, ഒരു ഫ്രീക്വൻസി കൺവേർട്ട്. ഇപ്പോൾ 800 കിലോ ഹെർട്സിനെ ഞാൻ 455 കിലോ ഹെർട്സ് ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ലോക്കൽ ഓസിലേറ്റർ ആൻഡ് മിക്സർ സ്റ്റേജ്. ഈ മിക്സറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സം ആൻഡ് ഡിഫറൻസ് ഫ്രീക്വൻസി ആയിരിക്കും. ഇതിനകത്ത് നമ്മൾ സം ഡിഫറൻസ് ഫ്രീക്വൻസിയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. ആ F0 - FS ആയിരിക്കും ഇവിടുത്തെ IF എന്ന് പറയുന്നത്. സോ F0 - FS എത്ര ആയിരിക്കണം? 455 കിലോ ഹെർട്സ് ആയിരിക്കണം. ആ രീതിയിൽ നമ്മളൊരു ഗാങ് ടു ട്യൂണിങ് ആണ് ഇവിടെ ചെയ്യുന്നത്. സോ സിഗ്നൽ ഫ്രീക്വൻസി 800 ആണെങ്കിൽ 455 കിട്ടണമെങ്കിൽ F0 എത്ര ആയിരിക്കണം? സോ നമുക്കത് വെച്ചിട്ടൊരു പ്രോബ്ലം ഒക്കെ ഉണ്ട്, നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു F0 - FS. F0 is the local oscillator frequency and FS is the signal frequency. So നമുക്ക് അറിയാം what is the value of F0. So F0 - FS 455 ആണ്. സോ ഈ റിസീവ് ചെയ്യുന്ന സിഗ്നൽ 800 ആണ്. അങ്ങനെയാണെങ്കിൽ F0 നമുക്ക് കണ്ടുപിടിക്കാം, എത്ര ആയിരിക്കും? F0 is equal to 455 plus 800. ഈ വാല്യൂ ആയിരിക്കും നമ്മുടെ കരിയർ ലോക്കൽ ഓസിലേറ്റർ സിഗ്നലിൻ്റെ ആ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഈ രീതിയിൽ നമ്മൾ ട്യൂൺ ചെയ്താലാണ് നമുക്ക് ആ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി 455 കിലോ ഹെർട്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് ഒരു 455 കിലോ ഹെർട്സിലുള്ള AM വേവ് ആയിരിക്കും. അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു IF സ്റ്റേജ്, ഇവിടാണ് നമ്മൾ ഗെയിനും സെലക്ടിവിറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്, IF ആംപ്ലിഫയർ ആൻഡ് ഫിൽട്ടർ സ്റ്റേജ്. സോ മോസ്റ്റ് ഓഫ് ദ ഗെയിൻ ആൻഡ് സെലക്ടിവിറ്റി ഈസ് പ്രൊവൈഡഡ് ബൈ ദ IF സെക്ഷൻ. ദെൻ അതൊരു ഡീമോഡുലേറ്റർ വിടും, മോഡുലേറ്റിംഗ് സിഗ്നലിനെ നമ്മൾ റിക്കവർ ചെയ്തെടുക്കും. ദെൻ ത്രൂ ഓഡിയോ ആംപ്ലിഫയർ ആൻഡ് ലൗഡ് സ്പീക്കർ നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനൊരു ഫ്രീക്വൻസി കൺവേർഷൻ ആണ് ഈ മിക്സറിനെ നമ്മൾ ഹെറ്ററോഡൈനിങ് എന്ന് പറയും. ഫ്രീക്വൻസി കൺവേർഷൻ സ്റ്റേജാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് ശരിക്കും സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറിൻ്റെ വർക്കിംഗ്. ദെൻ ഇവിടെ നോക്കുക, 1-2 പോയിന്റ്സ് ഉണ്ട്. സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ കൺവേർട്സ് ഓൾ ദ ഇൻകമിംഗ് സിഗ്നൽസ് ടു എ ലോവർ ഫ്രീക്വൻസി സിഗ്നൽ ദാറ്റ് ഈസ് നോൺ ആസ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി. ദെൻ ഫിൽട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. സെലക്ടിവിറ്റി, സെൻസിറ്റിവിറ്റി ഒക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്യൂൺഡ് സർക്യൂട്ട്സ് അല്ലെങ്കിൽ ഫിൽട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ മോസ്റ്റ് ഓഫ് ദ ഗെയിൻ ആൻഡ് സെലക്ടിവിറ്റി ആർ ഒബ്റ്റൈൻഡ് ഇൻ ദ IF ആംപ്ലിഫയേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗെയിനും സെലക്ടിവിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നത് IF സ്റ്റേജ് ആണ്. ദെൻ മിക്സർ ആക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. മിക്സർ ആക്ഷൻ ജനറേറ്റ് ചെയ്യുന്നത് സം ആൻഡ് ഡിഫറൻസ് ഫ്രീക്വൻസീസ് ആയിരിക്കും. അതിനകത്ത് നമുക്ക് ആ ഡിഫറൻസ് ഫ്രീക്വൻസിയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, F0 - FS. അതാണ് മിക്സിംഗ് ആക്ഷൻ എന്ന് പറയുന്നത്. ദെൻ RF ആംപ്ലിഫയറിൻ്റെ ഫംഗ്ഷൻ, IF നമ്മൾ പറഞ്ഞു സെലക്ടിവിറ്റി ഗെയിനും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് IF സ്റ്റേജ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ RF ആംപ്ലിഫയർ നമ്മൾ നേരത്തെ പറഞ്ഞ ഇമേജ് ഫ്രീക്വൻസി റിജക്ഷൻ, ഈ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ RF ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. സോ RF ആംപ്ലിഫയർ പ്രൊവൈഡ്സ് ഇമേജ് ഫ്രീക്വൻസി. നേരത്തെ പറഞ്ഞില്ലേ, ഇമേജ് ഫ്രീക്വൻസി റിജക്ഷൻ എന്നൊരു കൺസെപ്റ്റ് പറഞ്ഞിരുന്നു. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ശരിക്കും സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ് ഇമേജ് ഫ്രീക്വൻസി റിജക്ഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫ്രീക്വൻസി കൺവേർഷൻ പ്രോസസ് ക്യാരിഡ് ഔട്ട് ബൈ ദ ലോക്കൽ ഓസിലേറ്റർ ആൻഡ് ദ മിക്സർ ഓഫൺ അലൗ ആൻ അൺഡിസൈഡ് ഫ്രീക്വൻസി ഇൻ അഡീഷൻ ടു ദ ഡിസൈഡ് ഫ്രീക്വൻസി. നമ്മുടെ ഇൻകമിങ് സിഗ്നൽ FS എന്ന് പറയുന്ന സിഗ്നലാണ് നമ്മുടെ ഡിസൈഡ് ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസി കൂടാതെ അൺവാണ്ടഡ് ആയിട്ട് സിഗ്നൽസ് കയറി വരും. ചിലപ്പോൾ അതേ ഫീച്ചേഴ്സ് ഉള്ള സിഗ്നൽസ് ആയിരിക്കാം. സോ അതിനെ നമുക്ക് റിജക്റ്റ് ചെയ്യണം. അതിനെ റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ RF സ്റ്റേജ് അവിടെ യൂസ് ചെയ്തേക്കുന്നത്. സോ അങ്ങനെ കയറി വരുന്ന അൺവാണ്ടഡ് ഫ്രീക്വൻസീസിനെയാണ് നമ്മൾ ഇമേജ് ഫ്രീക്വൻസീസ് എന്ന് വിളിക്കുന്നത്. സോ ശരിക്കും ഇമേജ് ഫ്രീക്വൻസിയുടെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. സിഗ്നൽ ഫ്രീക്വൻസി, ഇമേജ് സിഗ്നൽ ഫ്രീക്വൻസി FSI ഈസ് ഈക്വൽ ടു FS പ്ലസ്. അപ്പോൾ ഇമേജ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ FS എന്ന് പറഞ്ഞാൽ നമ്മുടെ സിഗ്നൽ ഫ്രീക്വൻസിയാണ്, പ്ലസ് 2 × FI. FI എന്ന് വെച്ച് കഴിഞ്ഞാൽ IF ഫ്രീക്വൻസിയാണ്.
സോ FSൻ്റെ കൂടെ 2IF ചെയ്താൽ മതി. ഇപ്പോൾ IF 455 kHz ആണെങ്കിൽ 2 × 455 പ്ലസ് സിഗ്നൽ ഫ്രീക്വൻസി അത് ചെയ്താൽ നമുക്ക് ഇമേജ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇമേജ് ഫ്രീക്വൻസി ഇസ് ദ സിഗ്നൽ ഫ്രീക്വൻസി പ്ലസ് ടോയ്സ് ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി. AM-ൻ്റെ കേസിൽ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിയുടെ സ്റ്റാൻഡേർഡ് വാല്യൂ 455 kHz ആണ്. സോ സൂപ്പർ ഹെറ്ററോൺ റിസീവറിൻ്റെ ഒരു മേജർ ഡ്രോബാക്ക് ആണ് ഇമേജ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇമേജ് ഫ്രീക്വൻസി നമ്മളതിനെ റിജക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് RF സ്റ്റേജ്. So RF amplifiers improve sensitivity because of the extra gain and improve selectivity. സോ ഇതെല്ലാം RF പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ സെലക്ടിവിറ്റി ആരാണ് ഡിസൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ IF സെക്ഷനാണ്. ദെൻ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ RFൻ്റെ ഫീച്ചേഴ്സാണ്. ഇമേജ് ഫ്രീക്വൻസി റിജക്ഷൻ ഇതെല്ലാം RFൻ്റെ ഫീച്ചേഴ്സാണ്. സോ IFൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ഗെയിൻ ആൻഡ് സെലക്ടിവിറ്റി ഈസ് പ്രൊവൈഡ് ബൈ IF സ്റ്റേജ്. ദെൻ മിക്സറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡയോഡ്, ബാലൻസ്ഡ് മോഡുലേറ്റേഴ്സ്, ട്രാൻസിസ്റ്റർ, മോസ്ഫെറ്റ്, ഹോട്ട് ക്യാരി ഡയോഡ്സ് ഇങ്ങനെയുള്ള ഡിവൈസസ് ആയിരിക്കും നമുക്ക്. അപ്പോൾ അതിൻ്റെ ബെറ്റർ ലോ നോയ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ നോയ്സ് കുറവായിരിക്കാം അങ്ങനെയുള്ള FETs ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ മിക്സറായിട്ട് അങ്ങനെയുള്ള ട്രാൻസിസ്റ്റേഴ്സും ബാലൻസ് മോഡുലേറ്റേഴ്സും ഡയോഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള സർക്യൂട്ടാണ് മിക്സർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ദെൻ IF സെക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രിസ്റ്റൽ, സിറാമിക്, സോ ഫിൽറ്റേഴ്സ് അല്ലേ, ട്യൂണിങ് ഒക്കെ നടക്കുന്ന അല്ലെങ്കിൽ സെലക്ടിവിറ്റി ഡിസൈഡ് ചെയ്യുന്നതാണ് IF സെക്ഷൻ. സോ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രിസ്റ്റൽ, സിറാമിക്, സോ ഫിൽറ്റേഴ്സ് ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. DSP ഫിൽറ്റേഴ്സും നമ്മൾ സെലക്ടിവിറ്റി ഡിസൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ദ ഡീമോഡുലേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് ഡയോഡ് ഡിറ്റക്ടേഴ്സ്. AM-ന് യൂസ് ചെയ്യുന്നത് ഡയോഡ് ഡിറ്റക്ടേഴ്സ് ആണ്. ക്വാർട്ടറേച്ചർ ഡിറ്റക്ടറാണ്. FM-ന് യൂസ് ചെയ്യുന്നത് പ്രോഡക്റ്റ് ഡിറ്റക്ടറാണ്. SSBക്ക് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ നേരത്തെ ബ്ലോക്ക് ഡയഗ്രത്തിനകത്ത് AGC എന്ന് പറഞ്ഞൊരു സംഭവം കാണിച്ചിട്ടില്ല. AGCs യൂസ് ചെയ്യാറുണ്ട്, ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോൾ. ഇറ്റ് ഈസ് യൂസ് ടു റെഡ്യൂസ് ദ ഗെയിൻ ഫോർ സ്ട്രോങ് സിഗ്നൽസ് സോ ദാറ്റ് ദ ഓഡിയോ ലെവൽ ഈസ് മെയിൻറ്റെയിൻഡ് ഫോർ ആംപ്ലിറ്റ്യൂഡ് സെൻസിറ്റീവ് ഫോംസ് ഓഫ് മോഡുലേഷൻ ആൻഡ് ഓൾസോ ടു പ്രിവെൻറ്റ് ഓവർലോഡിങ്. സോ നമ്മൾ ഗെയിൻ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ AGCs യൂസ് ചെയ്യാറുണ്ട് സൂപ്പർ ഹെറ്ററോണിക് റിസീവറിനകത്ത്. നമ്മൾ ആ ബ്ലോക്ക് ഡയഗ്രത്തിൽ കാണിച്ചിട്ടില്ലെങ്കിലും അങ്ങനൊരു AGC എന്താണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. സോ AGC നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഒരു AM റിസീവറിൻ്റെ പാരാമീറ്റേഴ്സ് അതിൻ്റെ കുറച്ച് സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണ് ഇത് പഠിക്കേണ്ടത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 535 kHz ടു 1650 kHz നമ്മളതിനെ ഷോർട്ട് വേവ് ബാൻഡ് എന്നാണ് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ മീഡിയം വേവ് ബാൻഡാണ് 535 to 1650. ഷോർട്ട് വേവ് ബാൻഡ് എന്ന് പറയുന്നത് 5 to 15 MHz ആണ്. സോ ഈ ഫ്രീക്വൻസി ബാൻഡ്സ് AM-ൻ്റെ ഈ ഫ്രീക്വൻസി ബാൻഡ്സ് നമ്മൾ പഠിച്ചു വെച്ചേക്കണം. ദെൻ നമുക്ക് പറയാനുള്ളത് ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ഞാൻ പറഞ്ഞു 455 kHz ആണ്. ദെൻ IF ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 10 kHz ആണ്. സോ ഈ പാരാമീറ്റേഴ്സ് വാല്യൂസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദെൻ ഇമേജ് ഫ്രീക്വൻസി നമ്മൾ നേരത്തെ പറഞ്ഞു. ആ ഇമേജ് ഫ്രീക്വൻസി റിജക്ഷനകത്ത് എന്താണ് അതിൻ്റെ ഫ്രീക്വൻസി ഇക്വേഷൻ ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കാം. ദെൻ ഇമേജ് ഫ്രീക്വൻസി റേഷ്യോ അല്ലെങ്കിൽ റിജക്ഷൻ റേഷ്യോ എന്താണെന്ന് നമ്മൾ പഠിക്കണം. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഗെയിൻ അറ്റ് സിഗ്നൽ ഫ്രീക്വൻസി ടു ഗെയിൻ അറ്റ് ഇമേജ് ഫ്രീക്വൻസി. സോ ആ റേഷ്യോ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചേക്കുക. റിജക്ഷൻ റേഷ്യോയുടെ ഇക്വേഷൻ ആണ്. സോ റിജക്ഷൻ റേഷ്യോ ആൽഫ ഈസ് ഈക്വൽ ടു √1 + Q² റോ സ്ക്വയർ. ഇവിടെ റോ Q ക്വാളിറ്റി ഫാക്ടറാണ്. റോ എന്ന് പറയുന്നത് FSI/FS മൈനസ് FS/FSI. ഇത് ഇമേജ് ഫ്രീക്വൻസിയാണ്. FS എന്ന് പറഞ്ഞാൽ സിഗ്നൽ ഫ്രീക്വൻസി. സോ അത് തമ്മിലുള്ള ഒരു റേഷ്യോ ഡിഫറൻസ് ആണ് ശരിക്കും റോ എന്ന് പറയുന്ന പാരാമീറ്റർ. സോ ആൽഫ റിജക്ഷൻ റേഷ്യോ ചോദിക്കാവുന്നതാണ്. റിജക്ഷൻ റേഷ്യോ കണ്ടുപിടിക്കുന്ന √1 + Q² റോ സ്ക്വയർ. അതിനകത്ത് റോ ആണ്, റോയുടെ വാല്യൂ ആണ് ഈ കൊടുത്തേക്കുന്നത്. Q എന്ന് പറയുന്നത് ക്വാളിറ്റി ഫാക്ടറാണ്. സോ ഇതൊരു FM റിസീവറാണ്. നമ്മൾ നേരത്തെ AM റിസീവർ കണ്ടുപോലെ FM റിസീവറാണ്. സോ ഇവിടെ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആണ്. 10.7 ഞാൻ നേരത്തെ 455 kHz പറഞ്ഞ പോലെ ഇവിടെ നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി. അപ്പോൾ ആ ഡിഫറൻസ് മാത്രം പറഞ്ഞാൽ മതി ഇതിനകത്ത് AM FM തമ്മിലുള്ള. സോ 10.7 MHz ആണ് ഇവിടെ IF ആയിട്ട് കിട്ടുന്നത്. ദെൻ ഇവിടെ നമ്മൾ ലിമിറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ നമ്മളൊരു ലിമിറ്റർ ഡിസ്ക്രിമിനേറ്റർ സർക്യൂട്ട് യൂസ് ചെയ്യാം. ലിമിറ്റർ, ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റർ, ഫേസ് ഡിസ്ക്രിമിനേറ്റർ സ്റ്റേജ് യൂസ് ചെയ്യാം.
അതല്ലെങ്കിൽ ഒരു റേഷ്യോ ഡിറ്റക്ടർ യൂസ് ചെയ്യാം. ഇത് രണ്ടും കൂടെ ഈക്വലൻ്റ് ആയിട്ട് അല്ലേ, നമ്മൾ ലിമിറ്റർ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഡിസ്ക്രിമിനേറ്റർ, ഫേസ് ഡിസ്ക്രിമിനേറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതാണ് ഡിറ്റക്ടർ. FM ഡിറ്റക്ടറാണ് ഈ വരച്ച് വെച്ചേക്കുന്നത് ലിമിറ്റർ ആൻഡ് ഡിസ്ക്രിമിനേറ്റർ. സോ ഈ ലിമിറ്റർ പ്ലസ് ഡിസ്ക്രിമിനേറ്റർ മീൻസ് ലിമിറ്റർ ആംപ്ലിറ്റ്യൂഡ് ലിമിറ്ററാണ്. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിച്ചതാണ് ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റേഴ്സിൻ്റെ ഒക്കെ കാര്യങ്ങൾ. അപ്പോൾ FM ഡിറ്റക്ടറായിട്ട് യൂസ് ചെയ്യുന്നത് FM ഡിറ്റക്ടറായിട്ട് യൂസ് ചെയ്യുന്നത് ലിമിറ്റർ പ്ലസ് ഫേസ് ഡിസ്ക്രിമിനേറ്ററാണ്. സോ ഈ സർക്യൂട്ടാണ് ഇവിടെ നമ്മൾ ഡിറ്റക്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതിന് പകരം റേഷ്യോ ഡിറ്റക്ടേഴ്സും യൂസ് ചെയ്യാം. റേഷ്യോ ഡിറ്റക്ടേഴ്സ് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ ലിമിറ്ററിൻ്റെ ആവശ്യമില്ല. അത് നമ്മൾ പഠിച്ചതാണ്. ടൈപ്പ് ഓഫ് FM ഡിറ്റക്ടേഴ്സിനകത്ത് പഠിച്ചാണ്. റേഷ്യോ ഡിറ്റക്ടേഴ്സിനകത്ത് ലിമിറ്റർ സർക്യൂട്ട് ആവശ്യമില്ല. കാരണം അവിടെ ഡീഫോൾട്ടായിട്ട് എന്തുണ്ട്, ഒരു ലിമിറ്ററുണ്ട്, ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റിംഗ് സർക്യൂട്ടുണ്ട്. നമ്മൾ ഡി-എംഫസിസ് ചെയ്യുന്നുണ്ട്, പ്രീ എംഫസിസ് ട്രാൻസ്മിറ്റിംഗ് സ്റ്റേജസ് ചെയ്യുന്നത് കൊണ്ട് ഡി-എംഫസിസും പ്രീ എംഫസിസും പഠിച്ചതാണ്. സോ അങ്ങനെയുള്ള കുറച്ച് ബ്ലോക്കുകളിലൂടെ ചെയ്യുമ്പോൾ അത് FM റിസീവർ ആവും. ഡിറ്റക്ടർ ഡിഫറൻ്റ് ആയിരിക്കും. സോ ഇതൊന്ന് മനസ്സിലാക്കണം. ഇതിന് പകരം നമുക്ക് റേഷ്യോ ഡിറ്റക്ടേഴ്സും യൂസ് ചെയ്യാം. ദെൻ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം. ഇൻഡിക്കേറ്റ് ദ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ദ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ റീപ്ലേസ് ദ TRF റിസീവർ. സോ ഞാൻ നേരത്തെ പറഞ്ഞു TRF റിസീവറിൻ്റെ ഡ്രോബാക്സ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് സൂപ്പർ ഹെറ്ററോ റിസീവർ യൂസ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഇതിനകത്ത് ഗെയിൻ വേരിയേഷൻസ് ഓവർ ദ ഫ്രീക്വൻസി കവറേജ് റേഞ്ച്, ഇൻസഫിഷ്യൻറ്റ് ഗെയിൻ ആൻഡ് സെൻസിറ്റിവിറ്റി, അപ്പം ഇൻഅഡിക്വേറ്റ് സെലക്ടിവിറ്റി അറ്റ് ഹൈ ഫ്രീക്വൻസി, ഇൻസ്റ്റെബിലിറ്റി. സോ ഇതിനകത്ത് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിരിക്കുന്നത്. സോ സൂപ്പർ ഹെറ്ററോ റിസീവർ ഇൻസഫിഷ്യൻറ്റ് ഗെയിൻ ആൻഡ് സെൻസിറ്റിവിറ്റി ഇത് തെറ്റാണ്. മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അല്ലേ ഹൈ ഗെയിൻ ആൻഡ് സെൻസിറ്റീവ് വാല്യൂ ആയിരിക്കും സൂപ്പർ ഹെറ്ററോ റിസീവറിന്. സോ ഇതാണ് അതിനകത്ത് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഇൻ റേഡിയോ റിസീവർ ദ നോയ്സ് ഈസ് ജനറലി ഡെവലപ്ഡ് അറ്റ്. അപ്പോൾ റിസീവർ സെക്ഷനിലാണ് നോയ്സ് നമ്മളിവിടെ പറയുന്നത്. കുറേ സ്റ്റേജസ് വന്നിട്ടുണ്ട്. IF സ്റ്റേജ്, റിസീവിങ് ആൻറ്റിന, ഓഡിയോ സ്റ്റേജ്, RF സ്റ്റേജ്. ഇതിനകത്ത് RF സ്റ്റേജിലാണ് നോയ്സ് ജനറലി ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് സ്റ്റേജാണ് RF സ്റ്റേജ്. ഇവിടാണ് നോയ്സ് ജനറലി ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ്, ഇഫ് എ റേഡിയോ റിസീവർ ആംപ്ലിഫൈസ് ഓൾ ദ സിഗ്നൽ ഫ്രീക്വൻസീസ് ഈക്വലി വെൽ ഇറ്റ് ഈസ് സെഡ് ടു ഹാവ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഫിഡിലിറ്റിയാണ് ഇതിൻ്റെ ആൻസർ. ഇഫ് റേഡിയോ റിസീവർ ആംപ്ലിഫൈസ് ഓൾ ദ സിഗ്നൽ ഫ്രീക്വൻസീസ്, ഫിഡിലിറ്റി ഡെഫിനിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇറ്റ് ഷുഡ് ഹാവ് ഹൈ ഫിഡിലിറ്റി. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദെൻ മോസ്റ്റ് ഓഫ് ദ ആംപ്ലിഫിക്കേഷൻ ഇൻ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ ഒക്കേഴ്സ് അറ്റ്. ആംപ്ലിഫിക്കേഷൻ നടക്കുന്നത് എവിടാണ് ആംപ്ലിഫിക്കേഷൻ നടക്കുന്നത്? IF സ്റ്റേജിലാണ്. സോ മോസ്റ്റ് ഓഫ് ദ ആംപ്ലിഫിക്കേഷൻ ഇൻ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ ഒക്കേഴ്സ് അറ്റ് ദ IF സ്റ്റേജ്. സോ നെക്സ്റ്റ് വൺ, സൂപ്പർ ഹെറ്ററോഡൈൻ പ്രിൻസിപ്പിൾ പ്രൊവൈഡ്സ് സെലക്ടിവിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് IF സ്റ്റേജിലാണ്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ദ IF ഈസ് 455 kHz. If the radio receiver is tuned to 855 kHz, the local oscillator frequencies. So ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 455 kHz ആണ്. ദെൻ വാട്ട് ഈസ് ദ ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസി? നമുക്കറിയാം F0 minus Fs is equal to 455 kHz. Here the value of Fs, so F0 minus Fs is 855 equal to 455. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസി? സോ F0യുടെ വാല്യൂ എത്ര വരും? 855 plus 455. സോ ദ ആൻസർ ഈസ് 1310 kHz. ഇതാണ് നമ്മുടെ ആൻസർ. ദെൻ ഇൻ എ റേഡിയോ റിസീവർ വി ജനറലി യൂസ് ഡാഷ് ഓസിലേറ്റർ ആസ് എ ലോക്കൽ ഓസിലേറ്റർ. നമ്മൾ ലോക്കൽ ഓസിലേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് LC ഓസിലേറ്റേഴ്സ് ആണ്. അപ്പോൾ ഈ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഹാർട്ട്ലി ഓസിലേറ്റർ ആണ് കൂടുതൽ. ക്ലാപ്പൊക്കെ യൂസ് ചെയ്യാറുണ്ട്.
ക്ലാപ്പ് ഓസിലേറ്റർ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ ഹാർട്ട്ലി ഓസിലേറ്റർ ആണ് ഈ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് മോസ്റ്റ് ആക്യുറേറ്റ് ആൻസർ എന്ന് പറയുന്നത്. റേഡിയോ റിസീവറിൽ യൂസ് ചെയ്യുന്ന ഓസിലേറ്റേഴ്സ് കോമൺലി LC ഓസിലേറ്റേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ദെൻ ഇൻ എ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ ദ ഡിഫറൻസ് ഫ്രീക്വൻസി ഈസ് ചൂസൺ ആസ് IF rather than the സം ഫ്രീക്വൻസി. ബിക്കോസ് അതിൻ്റെ റീസൺ എന്താണ്? ഡിഫറൻസ് ഫ്രീക്വൻസി നമ്മൾ ചൂസ് ചെയ്യുന്നു സം ഫ്രീക്വൻസിയെ കാട്ടിൽ. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. ലോവർ ഫ്രീക്വൻസി നമുക്ക് ഈസിയർ ആയിട്ട് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും. സോ അതാണ് നമ്മുടെ റീസൺ. ദെൻ ഇമേജ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലമാണിത്. സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ വിത്ത് IF തന്നിട്ടുണ്ട്. സോ IF ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി 455 ആണ് തന്നിട്ടുണ്ട്. ദെൻ ഇറ്റ് ഈസ് ട്യൂൺ ടു എ സിഗ്നൽ 1200. അപ്പോൾ FS തന്നിട്ടുണ്ട് 1200. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇമേജ് ഫ്രീക്വൻസി? ഇമേജ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? FS പ്ലസ് 2F IF ആണ്. സോ FSൻ്റെ വാല്യൂ 1200 ആണ്. 2IF എന്ന് പറയുന്നത് 2 × 455 kHz ആണ്. That value will be equal to 2100 kHz. So the answer is option D. So equation പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇമേജ് ഫ്രീക്വൻസി ഇക്വേഷൻ നമുക്ക് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇത്രയും വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോയ്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. സോ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.